ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചായിരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിന് വേണ്ടി അയച്ചതാണ്, വലിയ കുറവായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി പിസ്റ്റൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ പിസ്റ്റൺ ബോർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പിസ്റ്റൺ മാത്രമാണ് മാറുന്നത്. ഇതിപ്പോൾ പുതിയ പിസ്റ്റണാണ്, ഫസ്റ്റ് ബോർ പിസ്റ്റണാണ് കിടക്കണത്. അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ സിലിണ്ടർ നമ്മൾ പഴയത് തന്നെയാണ് യൂസ് ചെയ്യണത്. പഴയത് സിലിണ്ടർ ഈ പിസ്റ്റണോടനുബന്ധമായ രീതിയിൽ ബോർ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. അതേപോലെ തന്നെ ഹെഡിൻ്റെ വാൽവ് ഒക്കെ സീറ്റിംഗ് നടത്തി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. വാൽവ് സീലൊക്കെ മാറ്റി ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ വന്ന 2 ബെയറിങ്ങൾ സൈഡിൽ വന്ന 2 ബെയറിങ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് 2 ബെയറിങ് കേട്ടോ. അതും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കത് അഴിക്കണ കൂട്ടത്തിൽ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ അതിനോടനുബന്ധിച്ച് വന്ന റബ്ബർ അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്, ലീക്ക് വരാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചും നമ്മൾ ഈ രീതിയിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് ക്ലച്ച് ഗ്രീസിങ് കൂടി കൂട്ടത്തിൽ കൂടെ നടത്തി വിടുന്നുണ്ട്. കാർബറേറ്റർ അസംബ്ലിയും ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മളത് ചെയ്തേക്കുന്ന ഡേറ്റൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഹെഡുമ്പോൾ തന്നെ ഒരു ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ബില്ലിനകത്തായാലും നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിവിടെ അതിൻ്റെ ഡേറ്റ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് നമ്മൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ വർക്ക് കഴിയുന്നതിനനുസരിച്ച് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറേ നേരം ഒന്ന് സ്റ്റാർട്ടിങ്ങിലിടാനുണ്ട്. അതിൻ്റെ പെർഫോമൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. പമ്പിങ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ നാളെ ഒരു ഉച്ച നമുക്ക് എടുക്കാം എന്തായാലും. ഓക്കെ.